ശ്രീ വിനു എബ്രഹാം എൻ്റെ സമകാലീനനായിട്ടുള്ള ഒരേ ജില്ലയിൽപ്പെട്ട എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതവും മാധ്യമപ്രവർത്തന ജീവിതവും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ ഈ പുസ്തകം ഞാൻ വായിച്ചു. അദ്ദേഹം പല പ്രസിദ്ധീകരണങ്ങളിലായി എഴുതിയിട്ടുള്ള ലേഖന സമാഹാരങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞ ഒരു സമകാലീന എഴുത്തുകാരൻ തനിക്ക് മുമ്പുള്ള എഴുത്തുകാരെ നോക്കിക്കാണുന്ന വിധമാണ് ഈ പുസ്തകം വിഭാവനം ചെയ്തിട്ടുള്ളത്. തൻ്റെ മുൻഗാമികളായിട്ടുള്ള ഉദാഹരണത്തിന് പാറപ്പുറത്ത്, കെ സുരേന്ദ്രൻ തുടങ്ങിയ എഴുത്തുകാരെ ബിനു എബ്രഹാം വളരെ ആദരവോടുകൂടി ഈ പുസ്തകത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം നടത്തുന്ന ഒരു നിരീക്ഷണം, ബിനു നടത്തുന്ന ഒരു നിരീക്ഷണം ഇന്നത്തെ സമകാലീന സമൂഹം ചർച്ച ചെയ്യേണ്ടത് കൂടിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഇതാണ്. ഇന്ന് രാഷ്ട്രീയവും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊളിറ്റിക്സും സാമൂഹ്യ പ്രശ്നങ്ങളും ഒക്കെ നോവലുകൾക്ക് വിഷയമായി വരുന്നുണ്ട്. അത് വിഷയമായി വരേണ്ടത് തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് ചോർന്നു പോകുന്നത് വൈകാരിക തലമാണ് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. അതിന് ഉദാഹരണമായിട്ടാണ് പാറപ്പുറത്തിനെയും കെ സുരേന്ദ്രനെയും പോലുള്ള എഴുത്തുകാരെ അദ്ദേഹം പ്ലേസ് ചെയ്യുന്നത്. ഈ ആധുനിക തലമുറ എന്നൊക്കെ പറഞ്ഞ് 80കളിൽ ആരംഭിച്ച ആധുനിക പ്രസ്ഥാനത്തിൽ ഉൾപ്പെടാതെ മാറി നിന്ന വലിയ എഴുത്തുകാരാണ് പാറപ്പുറത്തും കെ സുരേന്ദ്രനും. അവർ വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് സാഹിത്യ ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം. ആ കുറവാണ് ശ്രീ ബിനു എബ്രഹാം നികത്തുന്നത്. പുതിയ കാലഘട്ടത്തിലെ ഒരു എഴുത്തുകാരും, ഞാൻ ബിനു കൂടി അത് ഇരുത്തിക്കൊണ്ട് പറയുകയാണ്, പുതിയ കാലഘട്ടത്തിലെ ഒരു എഴുത്തുകാരും തനിക്ക് മുമ്പുള്ള എഴുത്തുകാരുടെ കൃതികളിലൂടെ ഗവേഷണ സ്വഭാവത്തിന് വേണ്ടി പോകാം, അല്ലാതെ ആ കൃതികളെ പരിശോധിക്കുകയോ അതിനെ ആസ്വാദ്യകരമായ രീതിയിൽ അവതരിപ്പിക്കുകയോ അതിനോടൊരു ആദരവ് പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവണത വളരെ കുറവാണ്. ബിനു വളരെ ആത്മാർത്ഥമായിട്ട് സമയമെടുത്ത് ഈ പത്മരാജനെയും പമ്മനെയും വി.കെനെയും ഒക്കെ അദ്ദേഹം തൻ്റെ കാഴ്ചപ്പാടിലൂടെ പുനഃസൃഷ്ടിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. അതിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാരണം പുതിയ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവാക്കുന്ന പ്രവണത ഇല്ല എന്ന് നമുക്ക് അറിയാമല്ലോ. പക്ഷെ ബിനുവിൻ്റെ ഇതൊരു സാഹിത്യ സേവനമാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം അദ്ദേഹം ഒരു നിരൂപകനല്ല, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, തിരക്കഥാകൃത്താണ്. അദ്ദേഹത്തിന് മുൻഗാമികളെ പിന്തുടർന്ന് പഠനം നടത്തേണ്ട യാതൊരു ആവശ്യമില്ല. എന്നാൽ അദ്ദേഹം ആ ദൗത്യം ചെയ്തിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്, അത് ഓർക്കപ്പെടേണ്ടതുമാണ്. ഈ പുസ്തകത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് കിട്ടിയ പുതിയ ഇൻഫർമേഷൻ ചിലതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, MT വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്നിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ എഴുതിയ ആളുകളെക്കുറിച്ച് ഉള്ള ധാരണ എനിക്ക് വളരെ കുറവായിരുന്നു. പാറപ്പുറത്ത് 1981 മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അപൂർണമാക്കിയ നോവൽ പൂർത്തിയാക്കുന്ന ദൗത്യം ശ്രീ കെ സുരേന്ദ്രൻ ഏറ്റെടുത്തു എന്നാണ് വിനു അതിൽ കണ്ടെത്തുന്നത്. അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവ് കൂടിയാണ്. മാത്രമല്ല, ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് വിനു ശ്രീ OV വിജയനെ അഭിമുഖം നടത്താൻ പോകുമ്പോൾ പച്ചയായ OV വിജയൻ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ പറയുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് കൂടി വിനു സൂചിപ്പിക്കുന്നുണ്ട്. ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞത് എഴുതിയിട്ടുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഗുരുസാഗരത്തിലൊക്കെ കാണുന്ന സ്വാത്വികനും സന്യാസഭാവവുമുള്ള ശ്രീ OV വിജയൻ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരനായിരുന്നു വർത്തമാനം പറയുന്ന രംഗം അദ്ദേഹം അതിൽ വിവരിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി തോന്നിയ ഒരു നിരീക്ഷണം കൂടി ഞാൻ പറയാൻ എന്ന് വിചാരിക്കുകയാണ്. ഈ പ്രവാസ ജീവിതത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഒരുപാട് എഴുത്തുകൾ വരാറുണ്ടല്ലോ. പ്രവാസ സാഹിത്യം മലയാളത്തിൽ വന്നത് അതിന് തുടക്കം 1970കളുടെ തുടക്കത്തിലായിരുന്നുവെന്നും അത് മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ വന്ന ഒരു നീണ്ട കഥയിലാണ് ഈ പ്രവാസ ജീവിതത്തിൻ്റെ അനുരണനങ്ങൾ വ്യക്തമാക്കപ്പെട്ടതെന്നും വിനു ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി കണ്ടെത്തുന്നുണ്ട്. ആ എഴുത്തുകാരനെക്കുറിച്ച് മത്തായി പൊടിക്കുഞ്ഞ് എന്ന് പറയുന്ന ഒരു നീണ്ട കഥ എഴുതിയ ഒരാളാണ്. അയാളെക്കുറിച്ച് പിന്നീട് ആർക്കും ഒരു വിവരവുമില്ല.
ഗൾഫ് ജീവിതമായിരുന്നു ആ നോവലിലെ പ്രമേയം. അതുപോലെയുള്ള ഒരുപാട് സാഹിത്യ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ഗവേഷണ സ്വഭാവമുള്ള വസ്തുതകളാണ് ശ്രീ വിനു എബ്രഹാം ഈ പുസ്തകത്തിലൂടെ കൊണ്ടുവന്നത്. മറ്റൊരു വസ്തുത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ സമകാലീനരായിട്ടുള്ള എഴുത്തുകാർ തൻ്റെ കാലഘട്ടത്തിൽ തന്നോടൊപ്പം എഴുതുന്ന ആളുകളെക്കുറിച്ച് ഹൃദയപൂർവ്വം സംസാരിക്കുന്നത് അപൂർവമാണ്. അത് ഏത് മേഖലയിലും അത് നമുക്ക് കാണാൻ കഴിയും. അത്ര ഹൃദ്യത ഉള്ള ബന്ധങ്ങൾ വളരെ അപൂർവമാണ്. ശ്രീ ബെന്യാമിനെ അഭിസംബോധന ചെയ്തുകൊണ്ടൊരു ലേഖനം ഈ പുസ്തകത്തിൻ്റെ അവസാനം വിനു ചേർത്തിട്ടുണ്ട്. അത് വളരെ നിഷ്പക്ഷമായ വിലയിരുത്തലാണ്. ഈ വായിക്കുന്ന ബെന്യാമിനെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊരു പക പ്രകടിപ്പിക്കാനോ ഒന്നുമല്ല. വസ്തുതാപരമായിട്ട് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ കടന്നു പോവുകയും അഭിനന്ദിക്കേണ്ട സാഹചര്യങ്ങളിൽ അഭിനന്ദിക്കുകയും വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുകയും ചെയ്യുന്ന ആ രീതി എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം എന്നെപ്പോലെയുള്ള ആളുകൾ അല്പം സ്വാർത്ഥത മനസ്സിൽ വെച്ചുകൊണ്ട് എന്തിനാണ് ഇത്തരം കാര്യങ്ങൾക്ക് പോയി നമ്മുടെ സമയം കളയുന്നത് എന്ന് ചിന്തിക്കുന്ന പ്രായോഗികവാദികളാണ്. പക്ഷെ വിനു അതിന് അപ്പുറത്തേക്ക് തൻ്റെ തുറന്ന മനസ്സോടുകൂടി ഇത്തരം എഴുത്തുകാരെ സമീപിക്കുന്നു എന്നുള്ളത് എന്നെ വല്ലാതെ ആകർഷിച്ച കാര്യമാണ്. അപ്പോൾ ഇത്തരം പുസ്തകങ്ങളാണ്, ഇത്തരം ലേഖനങ്ങളാണ് ഈ പുസ്തകത്തിലെ ഉള്ളടക്കം. ഏകാന്ത ദേവാലയം എന്നുള്ളത് നെടുങ്ങാടപ്പള്ളി എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലെ ഒരു ലൈബ്രറിയാണ്. ആ ലൈബ്രറി ആ പേരിൽ ഇന്നില്ല. ഏകാഗിയായ ഒരു കുട്ടി ഇത്തരം പുസ്തകങ്ങൾ അന്വേഷിച്ച് പോയിരിക്കുന്നതും ഏകാഗിയായ മറ്റൊരു ലൈബ്രറിയൻ ഈ കുട്ടിയെ നിരീക്ഷിക്കുന്നതും ഒക്കെയാണ് ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തത്. പക്ഷേ അദ്ദേഹം പറയുന്നു ഈ ലൈബ്രറി അടച്ചെങ്കിലും പിന്നീട് അദ്ദേഹം അതുവഴി പോകുമ്പോൾ മറ്റൊരു ലൈബ്രറി അതേ സ്ഥാനത്ത് പുനർസൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം കാണുന്നുണ്ട്. ഏതായാലും എൻ്റെ നാടിൻ്റെ മധ്യതിരുവിതാംകൂറിൻ്റെ പ്രത്യേക പ്രവണതകളും രീതികളുമൊക്കെ അദ്ദേഹത്തിൻ്റെ കഥകളിലുണ്ട്. അത് ഈ ലേഖന സമാഹാരത്തിലും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാനുമായി അദ്ദേഹം റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. വിനുവിനെ പോലുള്ള ഒരു എഴുത്തുകാരനെ പലപ്പോഴും ഞാനതൊരു പരാതിയായി പറയുന്ന ആളല്ല. എന്നെക്കുറിച്ചോ അങ്ങനെ മറ്റുള്ളവരെക്കുറിച്ചോ ഒരു ജീവിതം വളരെ നല്ലതാണ്, സമൂഹം വളരെ മനോഹരമാണെന്നൊക്കെ വിശ്വസിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ വിനുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്രയും വർഷങ്ങളായിട്ട് എഴുതുന്നു. പക്ഷേ നമ്മുടെ പല വേദികളിൽ നിന്നും വിനു അകറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളത് കൂടി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ അകറ്റി നിർത്തപ്പെടൽ അദ്ദേഹത്തിൻ്റെ രചനയുടെ ഗുണനിലവാരം കുറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന ചില പബ്ലിക് റിലേഷൻ ഏർപ്പാടുകളിലേക്ക് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് കൂടിയാവാം ഈ അകറ്റി മാറ്റി നിർത്തൽ. ആരൊക്കെ അവഗണിച്ചാലും വിനു എബ്രഹാം എന്ന് പറയുന്ന എഴുത്തുകാരൻ മലയാളി വായനക്കാരൻ്റെ ഹൃദയത്തിൽ തൻ്റേതായ സ്ഥാനം നിലനിർത്തുന്നുണ്ട്. വീണ്ടും ആ സ്ഥാനം ഉറപ്പിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ എന്ന നിലയ്ക്കും വായനക്കാരൻ എന്ന നിലയ്ക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഈ പുസ്തകത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. പ്രിയപ്പെട്ടവരെ, മൗലികവും സ്വതന്ത്രവുമായ എഴുത്തു വഴികളിലൂടെ സഞ്ചരിക്കുന്ന പ്രിയ സുഹൃത്ത് വിനു എബ്രഹാമിൻ്റെ 27ാമത്തെ പുസ്തകമായ ഏകാന്ത ദേവാലയത്തിലൊരു കുട്ടിയുടെ പ്രകാശന വേളയിൽ പുസ്തകം സ്വീകരിക്കാനായതിൽ അതീവ സന്തോഷമുണ്ട്. അതിലധികം നന്ദിയുമുണ്ട്. ഈ പുസ്തകം ആദ്യം കയ്യിൽ കിട്ടിയപ്പോൾ ഏകാന്ത ദേവാലയത്തിലൊരു കുട്ടി എന്ന് കണ്ടപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വിനു എബ്രഹാം എന്ന പേരും അദ്ദേഹത്തിൻ്റെ വളരെ ശാന്തത കലർന്ന സ്വഭാവവും കാരണം ഏതെങ്കിലും ചർച്ചിനെ പറ്റിയായിരിക്കും, മിക്കവാറും നെടുങ്ങാടപ്പള്ളിയിലോ അല്ലെങ്കിൽ മല്ലപ്പള്ളിയിലുള്ള ഏതെങ്കിലും ചർച്ചോ അത്തരത്തിലുള്ള എന്തെങ്കിലും വിഷയമായിരിക്കും പ്രതിപാദിക്കുക എന്ന് പറഞ്ഞ് ആ ലേഖനം ആദ്യം വായിച്ചു. അപ്പോൾ ആദ്യം വായിച്ചപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എബ്രഹാം മാത്യു അത് പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായി. അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ദേവാലയം ചർച്ച ആയിരുന്നില്ല, ക്ഷേത്രമോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പകാലത്ത് സ്കൂൾ കാലത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഒരേ ഒരു ലൈബ്രറിയെ പറ്റിയായിരുന്നു ആ ലേഖനം. അത്
അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരപ്പയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു ലൈബ്രറി. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിൻ്റെ ഒരു പൊതുശീലമനുസരിച്ച് അവിടെ സാഹിത്യവാസന വളരെ കുറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത്രയധികം ആൾക്കാരൊന്നും അവിടെ എത്താറുണ്ടായിരുന്നില്ല. പലപ്പോഴും ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലൈബ്രറിയനും ഇദ്ദേഹവും മാത്രം. അപ്പോൾ സാധാരണ വായനക്കാർ അവിടെ തിരിഞ്ഞു നോക്കാറില്ല. പൂജ എന്ന് പറയുന്നത് വായനയാണ്, അതും നടക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഏകാന്തതയിലിരുന്ന് അദ്ദേഹത്തിന് വായിക്കാനും അതിനനുസരിച്ച് മനനം ചെയ്യാനും കിട്ടിയ അവസരത്തെ ഓർമ്മിക്കുന്ന ആ ലേഖനം ആണ് ഇതിൻ്റെ പേരായി കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഉചിതമാണ്. ആ 30 ലേഖനങ്ങളടങ്ങിയ ആ പുസ്തകത്തിലെ ഏറ്റവും നല്ല ലേഖനങ്ങളിൽ ഒന്നാണ്. അത് മാത്രമല്ല, എഴുത്തുകാരൻ ആയ വിനു അബ്രഹാം വളരെ നല്ലൊരു വായനക്കാരൻ കൂടിയാണ് എന്ന് രേഖപ്പെടുത്തുന്നൊരു ലേഖനമാണത്. ഈ 30 ലേഖനങ്ങൾ 4 സബ് ഹെഡിങ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ അനുഭവക്കുറിപ്പുകളിലാണ് ഈ പറയുന്ന ഏകാന്ത ദേവാലയത്തിലൊരു കുട്ടി എന്നുള്ള ഈ ലേഖനം. അതിനെ തുടർന്ന് അദ്ദേഹം ബ്രൈമൂറിലെ വിളക്കുകളെപ്പറ്റി ഒരു ലേഖനം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു പത്മരാജൻ സുഹൃതം എന്നുള്ള ഹെഡിങ്ങിന് കീഴിലാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പത്മരാജൻ്റെ പേര് കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരു പത്മരാജൻ സ്മൃതി വേളയിൽ പരിചയപ്പെട്ടവരായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് രണ്ടാമത് ആ ലേഖനമാണ് എടുത്ത് വായിച്ചത്. അത് വായിച്ചപ്പോൾ അദ്ദേഹം ഞാനും കൂടെ ഉൾപ്പെടുന്ന ഒരു അനുഭവമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് വളരെ സന്തോഷമുള്ളതാക്കി. അതിന് നന്ദിയുണ്ട്. അതായത് പത്മരാജൻ്റെ തേനീച്ചകളുടെ റാണി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അത് അത്രയധികം പത്മരാജൻ്റെ ഒരുപാട് കഥകൾ ആഘോഷിക്കപ്പെട്ടതാണെങ്കിലും തേനീച്ചകളുടെ റാണി അങ്ങനെ ഒരുപാട് ആഘോഷിക്കപ്പെട്ട ഒരു കഥയല്ല. അപ്പോൾ ഈ തേനീച്ചകളുടെ റാണിയിൽ ഒരു സെൻറ്റൻസ് ഇങ്ങനെ പറയുന്നുണ്ട്: മഞ്ഞു മാറിയപ്പോൾ രാത്രികളിൽ അകലെയുള്ള ബ്രൈമൂർ എസ്റ്റേറ്റിലെ വിളക്കുകൾ കാണാറായി. ആ കഥയ്ക്കകത്തുള്ള പത്മരാജൻ്റെ ആ കഥയ്ക്കകത്തുള്ള തേനീച്ചകളുടെ റാണി എന്നുള്ള ആ കഥയ്ക്കകത്തുള്ള ഒരു സെൻറ്റൻസാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് ആ വായന വേളയിൽ വിനു അബ്രഹാമിൻ്റെ മനസ്സിൽ ഉടക്കിയതും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ 10 വർഷത്തോളം ഇതിങ്ങനെ ഈ സെൻറ്റൻസ് മാത്രം, ആ കഥ മൊത്തം കൊള്ളാമെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഈ ഒരു സെൻറ്റൻസ്, അതായത് ബ്രൈമൂർ എസ്റ്റേറ്റിലെ രാത്രി വിളക്കുകൾ തെളിഞ്ഞ ആ ഒരു അനുഭവം. അപ്പോൾ ബ്രൈമൂർ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്നും ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് എന്തോ നിഗൂഢതയോ അങ്ങനെ എന്തോ ഉണ്ടെന്നും ഒക്കെ ഉള്ളൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുകയും അദ്ദേഹം അത് ഉദ്ദേശിച്ച് ഒരു കഥ മനസ്സിലിട്ട് പാകപ്പെടുത്താൻ ശ്രമിച്ചതും ബാക്കിയുള്ള കഥകളെല്ലാം പെട്ടെന്ന് ഒഴുകി വന്നെങ്കിലും ബ്രൈമൂറിനെ പറ്റിയുള്ള കഥ ഒരിക്കലും അദ്ദേഹത്തിന് കൃത്യമായ രൂപത്തിലെത്തിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തു. അങ്ങനെ 10 വർഷം കഴിഞ്ഞു, വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ 2019 പെട്ടെന്നൊരു പ്രഭാതത്തിൽ അദ്ദേഹത്തിന് ഒരു കഥ ഒഴുകി വരികയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക്. അതിൻ്റെ പശ്ചാത്തലമായിട്ട് ഈ ബ്രൈമൂർ വീണ്ടും വരികയാണ്. അപ്പോൾ അദ്ദേഹം ആ മനസ്സിൽ കഥ ഏകദേശം രൂപപ്പെടുത്തിയിട്ട് ആ സ്ഥലം കാണാൻ വേണ്ടി, ഞാൻ അറിഞ്ഞിട്ടില്ല അദ്ദേഹം അതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന്, എന്നെ ഒരു ദിവസം വിളിക്കുകയാണ്. ഈ നെടുവങ്ങാട് ഭാഗമൊക്കെ ഒന്ന് പോകാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു പോകാം, നെടുവങ്ങാട് ഭാഗം പോകാം. നെടുവങ്ങാട് പോയാൽ പോരാ, പെരിങ്ങമല പോകണം. ഞാൻ പറഞ്ഞു പെരിങ്ങമല പോവാം. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെയല്ല, ബ്രൈമൂറിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബ്രൈമൂറിലേക്ക്, നമ്മൾ തിരുവനന്തപുരത്തുള്ളവർ തന്നെ ബ്രൈമൂറിലേക്ക് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പെരിങ്ങമല പഞ്ചായത്ത് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വളരെ റയറായിട്ടുള്ളൊരു പഞ്ചായത്താണ്. കാരണം ഇത്രയും വിസ്തൃതമായൊരു പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാര്യം പൊന്മുടിയും അതിൻ്റെ താഴ്വാരങ്ങളും ബ്രൈമൂറും ഇങ്ങനെ വരുന്ന വളരെ വലിയൊരു പഞ്ചായത്താണ് പെരിങ്ങമല. ജൈവ വൈവിധ്യങ്ങളുടെ നാടാണ്. അപ്പോൾ ഞങ്ങൾ ഈ പെരിങ്ങമലയെത്തി. അത് കഴിഞ്ഞ് ഈ ബ്രൈമൂറിലേക്ക് പോകുമ്പോൾ മങ്കയം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തും. നിങ്ങൾ പോയിട്ടുണ്ടോ എന്നറിയത്തില്ല. അവിടെ വനപാലകർ നമ്മളെ തടയും, മുകളിലോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തടയും. പിന്നെ ഞങ്ങൾ പ്രത്യേക റിക്വസ്റ്റൊക്കെ നടത്തി ഞങ്ങൾ ബ്രൈമൂറിലെത്തിയപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ പറയുന്നു അതിപ്പോൾ ഒരു പ്രൈവറ്റ് കക്ഷികളുടെ കയ്യിലാണ് ബ്രൈമൂർ എസ്റ്റേറ്റ്. അവിടെ ടിക്കറ്റ് എടുത്താലേ അകത്ത് കയറാൻ പറ്റൂ. ഒരാളിന് 400 രൂപ ടിക്കറ്റാണ്. അപ്പോൾ 400 രൂപ ടിക്കറ്റിന് കാണാൻ എന്തായിരിക്കും ഇതിനകത്ത് ഉള്ളതെന്ന്, കാരണം നമ്മളെ മ്യൂസിയം കാണാൻ പോലും 20 രൂപ ടിക്കറ്റേ ഉള്ളൂ, സൂ. അപ്പോൾ എന്തായിരിക്കും ഈ 400 രൂപയ്ക്ക് കാണാനുള്ളതെന്നുള്ള അത്ഭുതത്തോടെ 2 ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കാർ ഓടിച്ചകത്ത് കയറി. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ളൊരു സ്ഥലമേ അല്ല, അതൊരു വ്യത്യസ്തമായ സ്ഥലമാണ്. ഇപ്പോൾ പ്രത്യേക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ, പ്രത്യേകമായി
ഈ ഇത്തരത്തിൽ ചിന്തകളിൽ മുഴുകാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് ഉള്ള ഒരു എസ്റ്റേറ്റാണ്. അതായത് നമ്മൾ ജാതിക്ക ഇങ്ങനെ വളർന്നു നിൽക്കുന്നതും അതുപോലെ ഒരുപാട് കൃഷികൾ അതിനകത്തുണ്ട്. ആ കൃഷികൾ കാണാം. പഴയ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ട്, ബ്രൈമൂർ സാഹിബിൻ്റെ എസ്റ്റേറ്റ്. അതിപ്പോൾ ഇവരുടെ കയ്യിലാണ്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്. അങ്ങനെ നമ്മൾ പോയി പിന്നെ കാറ് പോകാൻ പറ്റാത്ത വഴി വരും, പിന്നെ നമ്മൾ നടന്നു പോകുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ഊടുവഴികൾ വരുന്നു, അതിലൂടെ പോകുമ്പോൾ ചില വെള്ളച്ചാട്ടങ്ങൾ കാണും. ഇതെല്ലാം ഈ എസ്റ്റേറ്റിനകത്താണ്, ബ്രൈമൂർ എസ്റ്റേറ്റിനുള്ളത്. അങ്ങനെ വളരെ മനോഹരമായൊരു ഭൂപ്രദേശത്ത് അന്ന് ഞങ്ങൾ പരിപൂർണമായിട്ടും അവിടെ ചെലവഴിച്ചു. അന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇദ്ദേഹം ഒരു കഥ എഴുതാൻ വേണ്ടിയിട്ടാണെന്നും. അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാനിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് കുറച്ചുകൂടെ സ്ഥലകാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നന്നായിട്ടറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അത് മനോഹരമായ ഒരു കഥയായിട്ട് മാറിയതിൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത്. വീണ്ടും ഒരു പത്മരാജൻ സുഹൃതം എന്നുള്ള ലേഖനത്തിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ബ്രൈമൂർ എസ്റ്റേറ്റിലെ വിളക്കുകൾ എന്ന് പറയുന്ന ആ കഥയും ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു കഥയാണ്. അപ്പോൾ ആ കഥയുടെ അവസാനം അദ്ദേഹം അത് വളരെ നല്ല രീതിയിലാണ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ അതിനെപ്പറ്റി ഈ ലേഖനത്തിൽ വളരെ വിവാദപരമായ ചില പരാമർശങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട്. അതായത് കഥകൾ അവസാനിക്കുന്നത് കൃത്യമായ ഒരു ലക്ഷ്യത്തോടെ ആയിരിക്കണമെന്നുള്ളൊരു വാശി ഇപ്പോൾ എഴുതുന്ന പല കഥാകൃത്തുക്കൾക്കും ഉണ്ട്. പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടുകൂടി നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവണമെന്നും അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാവണമെങ്കിലും അല്ലെങ്കിൽ അതിനകത്ത് പൊളിറ്റിക്സ് കറക്റ്റായിരിക്കണം എന്നുള്ളൊരു വാദം ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പുതിയ എഴുത്തുകാരും പുതിയ വായനക്കാരും ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഈ കഥയിലൂടെ കഥയെക്കുറിച്ചുള്ള ലേഖനത്തിലൂടെ ശ്രീ വിനു എബ്രഹാം പറയുന്നത് അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. ഒരിക്കലും നമ്മളൊരു കഥയായിട്ട് മാത്രം കണ്ടാൽ മതി. കഥ എങ്ങോട്ട് വേണമെങ്കിലും പോകാവുന്നതാണ്. ഒരു കഥ ഒരിക്കലും പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്നില്ല. അങ്ങനെ വാശി പിടിക്കരുത്. അങ്ങനെ വാശി പിടിച്ചാൽ അത് സാഹിത്യ ഭാവുകത്വത്തിലെ ഫാസിസമായി കാണേണ്ടി വരും എന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പരാമർശമാണത്. കാരണം ഞാനും പലപ്പോഴും കരുതിയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം നമ്മൾ പല ആൾക്കാരും ഇപ്പോൾ സിനിമ ഇറക്കിയാലും ഒരു കഥ ഇറക്കിയാലും ഒരു നോവൽ എഴുതിയാലും എല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ല നടക്കുന്നത്. അത് എന്തെല്ലാം വിവിധങ്ങളും വ്യത്യസ്തവുമായ കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടല്ലേ സാഹിത്യ സൃഷ്ടികൾ വരേണ്ടത്. അപ്പോൾ ആ ഒരു പരാമർശം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ തന്നെ വേറെയും 7 ലേഖനങ്ങൾ ആ ലേഖനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുരുക്കാം, സമയം ഇനി 5 മിനിറ്റേ ഉള്ളൂ, വളരെ ചുരുക്കാം. അപ്പോൾ അതിൽ അവസാനം പറയാം. അതിൽ എൻ്റെ മാത്രം പർദീസ എന്ന് പറയുന്ന ഒരു ലേഖനം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അതിൽ അദ്ദേഹം പറയുന്നത് ഇഹലോകവാസം വെടിഞ്ഞ് നമ്മൾ പരലോകത്തേക്ക് പോകുമ്പോൾ ഭൂമിയിൽ സമ്പാദിച്ചതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിന് ലൈബ്രറിയുടെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ, പുസ്തകം കൂടെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ഈ സ്വർഗം കൊണ്ടൊരു കാര്യവുമില്ല, ഈ പർദീസ കൊണ്ടൊരു കാര്യവുമില്ല. അത് പർദീസയെ അല്ല അന്ന് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. പുസ്തകങ്ങളോടും വായനയോടുമുള്ള അദ്ദേഹത്തിൻ്റെ അദമ്യമായ അടുപ്പം കാണിക്കുന്ന ആ ലേഖനമുണ്ട്. ഒരുപാട് ലേഖനങ്ങളുണ്ട്, എല്ലാം ഞാൻ വായിച്ചു. അപ്പോൾ വളരെ നല്ല പുസ്തകമാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ വായിക്കുക. നന്ദി. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ആദ്യമേ തന്നെ ഈ ഒരു വേദി ഇവിടെ ഇന്നലെ വൈകുന്നേരമാണ് സത്യത്തിൽ ഇത്ര കൃത്യമായിട്ട് ലഭിച്ചത്. അതിന് ബുക്ക് മാർക്കിൻ്റെ സാരഥിയായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തായ, ജ്യേഷ്ഠ സുഹൃത്തായ, കഥയിലും ജീവിതത്തിലും ഒക്കെ ജ്യേഷ്ഠ സുഹൃത്തായ പ്രിയപ്പെട്ട എബ്രഹാം മാത്യുവിന് നന്ദി പറയുന്നു. എബ്രഹാം മാത്യുവിൻ്റെ ഇടപെടലിൽ ഇവിടെ നിയമസഭ നമ്മുടെ സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ ഷാജി അദ്ദേഹം ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ ആത്മാർത്ഥമായ സഹകരണത്തോടെ ഈ വേദി ഇന്നലെ ലഭ്യമാകുകയായിരുന്നു. ഒപ്പം ഈ പുസ്തകം ഇറക്കിയ SPC സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, അതിൻ്റെ കോട്ടയത്തു നിന്നുള്ള പ്രതിനിധി രശ്മി ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെയുള്ള ഷീലയുണ്ട്, അവർക്ക് എൻ്റെ നന്ദി പറയുന്നു. പിന്നെ എബ്രഹാം മാത്യുവിന് പ്രത്യേകം ഞാൻ എടുത്ത് പറയേണ്ടതില്ല, അത് എപ്പോഴും ഉള്ളതാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട അനിൽ ദേവ്, എൻ്റെ ചിരന്തന സുഹൃത്തായിട്ടുള്ള അനിൽ ദേവ്, സന്തത സഹചാരിയായിട്ടുള്ള അനിൽ ദേവ്, അദ്ദേഹത്തിനും എൻ്റെ നന്ദിയും സ്നേഹവും അർപ്പിക്കുകയാണ്. ഈ പുസ്തകത്തെ പറ്റി പറഞ്ഞ ഇത് ലേഖനങ്ങളുടെ സമാഹാരമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് കഥ പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടതാണ് ലേഖനങ്ങളും. കഥ എങ്ങനെ ആ അക്ഷരങ്ങളെ സ്നേഹിച്ച് ഞാൻ എഴുതുന്നു, അതേപോലെ തന്നെ
ഈ അക്ഷരങ്ങളെ സ്നേഹിച്ച് അതേ അളവിൽ തന്നെയാണ് ഞാൻ ലേഖനങ്ങൾ എഴുതുന്നത്. ചിലർ പറയാറുണ്ട് വലം കൈ കൊണ്ട് എഴുതിയാൽ ഇടം കൈ കൊണ്ട് എഴുതുക. എനിക്ക് അങ്ങനെയില്ല. ഒരു കൈ കൊണ്ട് മാത്രമേ ഉള്ളൂ കഥയും ലേഖനങ്ങളും. ഇത് രണ്ടും ചേർന്നതാണ് എൻ്റെ രചനാ പ്രപഞ്ചം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിൽ കഥകൾ എല്ലാം കഥകൾ കൊണ്ട് അല്ലെ നോവലുകൾ കൊണ്ട് തിരക്കഥകൾ കൊണ്ട് പൂർണ്ണമാകുന്നില്ല. ചിലതൊക്കെ അതിന് അപ്പുറത്ത് ഒരു നോൺ ഫിക്ഷൻ്റെ സ്വഭാവത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതങ്ങനെ പറഞ്ഞേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ എഴുത്ത് ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അത് ഈ കഥകൾക്കൊപ്പം തന്നെ ലേഖനങ്ങളും ഒരേപോലെ. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ലേഖനങ്ങളുടെ ആ നിരയിലുള്ള, അതായത് എഴുത്ത്, വായന, ഈ എഴുത്തും വായനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാഹിത്യ ചരിത്ര ഗവേഷണം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഇത്രയും ചേരുന്ന മൂന്നാമത്തെ ആ സീരീസിലുള്ള പുസ്തകമാണിത്. ആദ്യം എഴുത്ത്, വായന, ജീവിതം എന്ന പുസ്തകം ഇറങ്ങി. അതിനുശേഷം റൈറ്റർ കുന്ന് എന്ന പുസ്തകം ഇറങ്ങി. അതിനുശേഷം ഇപ്പോൾ വന്നതാണ് ഏകാന്ത ദേവാലയത്തിൽ ഒരു കുട്ടി. ഇനിയും സത്യം പറഞ്ഞാൽ ഒരു പുസ്തകത്തിനുള്ള അടുത്ത ലേഖന സമാഹാരത്തിലുള്ള ലേഖനങ്ങൾ റെഡിയായി കഴിഞ്ഞു. അതിനെയും പുസ്തകം ഇറക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ കഥ പോലെ തന്നെ ലേഖനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ നമ്മുടെ വളരെ വിഖ്യാതനായിട്ടുള്ള ലോകപ്രശസ്ത മുൻകാല ടെന്നീസ് താരം ജോൺ മെക്കൻറോ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ, പ്രത്യേകിച്ച് കലാ പ്രവൃത്തിയിലോ കായികമായ ആ ഒരു വൃത്തിയിലോ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവരെ തങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ആ മണ്ഡലത്തിൻ്റെ ചരിത്രം അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് എന്നെ വളരെ ആകർഷിച്ച കാര്യമാണ്. ഇക്കാലത്ത്, ഈ സോഷ്യൽ മീഡിയ കാലത്ത്, ഞാൻ എഴുതി എന്നിൽ സാഹിത്യം തുടങ്ങി, ഇതിനു മുമ്പ് ഷേക്സ്പിയറോ കാളിദാസനോ ഒന്നും പ്രശ്നമല്ല എന്ന് പറയുന്ന യുവ കിശോരന്മാരുടെയും കിശോരിമാരുടെയും കാലമാണിത്. എന്നിലാണ് സാഹിത്യം തുടങ്ങിയത് എന്ന് ഉദ്ഘോഷിക്കുന്ന വേറെ ആരും വായനയുടെ ആവശ്യമേ ഇല്ല. വായിക്കേണ്ട സാഹിത്യം ഒന്നും, മുൻകാലം ഒന്നും വായിക്കേണ്ട, ലോകസാഹിത്യവും വേണ്ട, മലയാള സാഹിത്യവും വേണ്ട എന്ന് പറയുന്ന പുതിയ കാല സെലിബ്രിറ്റി എഴുത്തുകാരുടെ, യുവ എഴുത്തുകാരുടെ കാലമാണ്. എനിക്ക് കൃത്യമായിട്ട് ഉത്തരവുണ്ട്. അങ്ങനെ നിങ്ങൾ എഴുതുന്ന മൗഢ്യമാണ്, നീർക്കുമളകളാണ്. മഹത്തായ സാഹിത്യ ചരിത്രം അതങ്ങ് കാളിദാസനിലും ഭൗഭൂതിയിലും വ്യാസനിലും ഷേക്സ്പിയറിലും ഹോമറിലും തുടങ്ങിയിട്ടുള്ള ലോക സാഹിത്യത്തിൻ്റെ തലയ മഹാസംസ്കാരത്തിൻ്റെ ഒരു ചെറു കണ്ണി മാത്രമാണ് ഇപ്പോൾ എഴുതി തുടങ്ങുന്ന ഓരോരുത്തരും. ആ ബോധം ഓരോ എഴുത്തുകാരനും എഴുത്തുകാരിക്കും ഉണ്ടാവണം. അപ്പോൾ ഇവിടെ എബ്രഹാം മാത്യു അതിലൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ, അതായത് ഈ ചരിത്രം എന്ന് പറയുന്ന, സാഹിത്യത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, അത് വിസ്മരിച്ചുകൊണ്ട് എനിക്കൊരിക്കലും സാധ്യമല്ല. ഞാൻ എന്നിൽ തുടങ്ങി എന്ന് പറയുന്ന പുതിയ കാല സോഷ്യൽ മീഡിയ കാലത്തെ എഴുത്ത് എനിക്ക് മനസ്സിലാവുന്ന ഒന്നല്ല. എന്നെ സംബന്ധിച്ച് ഈ വലിയ സംസ്കാരങ്ങളുടെ സഹസ്രാബ്ദങ്ങളായിട്ടുള്ള എഴുത്ത് സംസ്കാരത്തിൻ്റെ ഒരു അവസാന കണ്ണി മാത്രമാണ് ഞാൻ. അപ്പോൾ ആ ഒരു ബോധ്യം കൂടി ഞാൻ നിലനിർത്തിക്കൊണ്ടാണ്, എപ്പോഴും ആ വിനീത ബോധ്യം നിലനിർത്തിക്കൊണ്ടാണ് എൻ്റെ എഴുത്ത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പുസ്തകം എല്ലാവരും വാങ്ങിക്കണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. NPSൻ്റെ സ്റ്റോളിൽ ലഭ്യമാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി. പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്.